ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഗൂഗിളിന്റെ പാസ്വേഡ് എങ്ങനെ അറിയാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് അടിച്ചെടുത്താൽ അങ്ങനെയും കിട്ടും പാസ്വേഡ്, അതുപോലെ തന്നെ പുതിയൊരു പാസ്വേഡ് ആഡ് ചെയ്യാനും പറ്റും. പക്ഷെ അങ്ങനെ അല്ലാതെ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കാം. നിങ്ങൾ മൊബൈൽ ഫോൺ ഓണാക്കിയതിന് ശേഷം സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എവിടെയെങ്കിലുമൊക്കെ കാണും. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ലോഡിംഗ് ആവും. ലോഡിംഗ് ആയതിനു ശേഷം ഈ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ്. ഇതിന് ശേഷം ചിലവരുടെ എങ്ങനെയായിരിക്കും പേജ് കാണുക, ചിലവരുടെ ഈ രൂപത്തിലായിരിക്കും വരിക. ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഓട്ടോ ഫിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓട്ടോ ഫില്ലിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ വരും. ഇവിടെ നമ്മൾ ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ചിലവരുടെ ഓഫ് ആയിരിക്കും, അതൊന്ന് ഓണാക്കി വെക്കുക. ഓണാക്കിയതിന് ശേഷം ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആമസോണും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ട്വിറ്റർ ഗൂഗിൾ എന്നിവ എല്ലാത്തിൻ്റെയും പാസ്വേഡ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. കാണുന്നതിന് വേണ്ടി അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ അറിയാൻ പറ്റും ഇതെൻ്റെ പാസ്വേഡാണ്, ഞാൻ കാണിക്കാത്തതാണ്, ഇതെൻ്റെ ഒറിജിനൽ പാസ്വേഡ് തന്നെയാണ്. നമുക്ക് വേറെ ഏതെങ്കിലും നോക്കണമെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ആമസോണിൻ്റെ പാസ്വേഡാണ്, 2 പാസ്വേഡും. അതുപോലെ തന്നെ ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ ഗൂഗിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എത്ര അക്കൗണ്ടാണ് അവിടെ ലോഗിൻ ആയിട്ടുള്ളത്, ആ ലോഗിനുള്ള അക്കൗണ്ടിൽ നമുക്ക് അതിന് പാസ്വേഡ് കാണാൻ പറ്റും. ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ട്വിറ്റർ ആണെങ്കിൽ ട്വിറ്ററിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ പാസ്വേഡ് മറന്നു എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല.